മുനികുമാരന്റെ ശാപത്താൽ മരണം കാത്തു കഴിയുന്ന പരീക്ഷിത രാജാവിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് മുനികൾ പറഞ്ഞു കേൾപ്പിച്ച ഭഗവത് കഥകളാണ് ഇവിടെ പറയുന്ന ദശാവതാര കഥകൾ. വിശ്വരക്ഷയ്ക്കായുള്ള വിഷ്ണുവിന്റെ ത്യാഗമാണ് ഓരോ അവതാരവും. ദുഷ്ടസംഹാരവും ശിഷ്ടരക്ഷയും എന്നതുകൊണ്ട് തന്നെ ദുഷ്ടശക്തിയുമായുള്ള ഉഗ്ര പോരാട്ടങ്ങൾ ഓരോ അവതാരത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇനി അവതാര കഥകളുടെ ഉത്ഭവത്തിലേക്ക് കടക്കാം. ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ എലികളെപ്പോലെ ഒളിച്ചു കഴിയുന്ന അസുരന്മാരെ മുഴുവൻ യമപുരിയിലേക്ക് അയക്കുവാനായി ദേവസൈന്യം കാഹളം മുഴക്കി അതിഭയങ്കരമായ യുദ്ധത്തിനായി പുറപ്പെട്ടു. എന്നാൽ ശുക്രാചാര്യരുടെ തപോവൃതയായ അമ്മയ്ക്കു മുൻപിൽ പരാജിതരായ ദേവസൈനികരുടെ ശിരസ്സുകൾ പൊട്ടിത്തെറിച്ച് ആർത്തനാദത്തോടെ നിലം പതിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട് മഹാവിഷ്ണു ദുഃഖിതനായി. ആ കബന്ധങ്ങളുടെ വിചിത്ര ഞെരുക്കങ്ങളിൽ തനിക്ക് നേരെയുള്ള ശാപവചനങ്ങളുണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു. കേവലം ഒരു സ്ത്രീയുടെ മുൻപിൽ പരാജയപ്പെടുന്നത് തൻ്റെ ആത്മാഭിമാനത്തിനേൽക്കുന്ന ക്ഷതമാണെന്ന ചിന്തയിൽ മഹാവിഷ്ണു തൻ്റെ ചക്രായുധത്തെ ധ്യാനിച്ചു. സൂര്യതേജസ്സോടെ ചക്രായുധം ഭഗവാന്റെ ചൂണ്ടാണി വിരലിൽ പ്രത്യക്ഷപ്പെടുകയും അടുത്ത ക്ഷണത്തിൽ സുദർശന ചക്രം ശത്രുവിന്റെ തലയറുത്ത് തിരിച്ചു വരികയും ചെയ്തു. ഈ സ്ത്രീവധം കണ്ട് ഈരേഴ് ലോകവും ഞെട്ടിത്തെറിച്ചു. തപോബലം കൊണ്ട് തൻ്റെ മകന്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മഹാവിഷ്ണുവിന്റെ സുദർശനം തന്നെപ്പോലെ ഒരു വൃദ്ധ തപസ്സിനിയെ തേടി വരുമെന്ന് ആ വൃദ്ധമാതാവ് ഒരിക്കലും കരുതിയില്ല. ഇത് കണ്ട് ശുക്രാചാര്യരുടെ ആശ്രമത്തിലുണ്ടായിരുന്ന ഭൃഗുമഹർഷി കോപാകുലനാകുകയും മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ വന്ന് അവതാരങ്ങൾ എടുക്കട്ടെയെന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെ ആ ശാപഫലമായി മഹാവിഷ്ണു പല അവതാരങ്ങളും എടുത്തു. ദശാവതാരങ്ങളിൽ ആദ്യത്തേത് മത്സ്യാവതാരം. പ്രപഞ്ച സൃഷ്ടിക്കുള്ള മൂലഗ്രന്ഥമായി ബ്രഹ്മാവ് കരുതി വച്ചിരുന്ന വേദങ്ങൾ ഒരിക്കൽ മോഷ്ടിക്കപ്പെട്ടുവത്രേ. ഇതാണ് മത്സ്യാവതാര ഹേതുവായി പറയപ്പെടുന്നത്. ഹയഗ്രീവൻ എന്ന അസുര രാജാവായിരുന്നു ബ്രഹ്മാവിൻ്റെ കൈകളിൽ നിന്ന് വേദരഹസ്യങ്ങൾ അപഹരിച്ച് കടന്നുകളഞ്ഞത്. ദേവകളെ കീഴടക്കി ലോകവിജയം വരിക്കുന്നതിന് അതിഭയങ്കരമായ തപസ്സിലൂടെ നേടിയ അത്ഭുത ശക്തിയുമായി വന്നാണ് ഹയഗ്രീവൻ ബ്രഹ്മാവിനെ വിഡ്ഢിയാക്കിയത്. അയാൾ അപഹരിച്ച വേദങ്ങളുമായി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്തു. ഇതോടെ അറിവിൻ്റെ വെളിച്ചം അസ്തമിക്കുകയും യാഗകർമ്മങ്ങളും ബ്രഹ്മസൃഷ്ടികൾ പോലും മുടങ്ങുകയും ചെയ്തു. പ്രപഞ്ചത്തിൻ്റെ താളം നിലച്ചതോടെ ദേവകളും മുനികളും അങ്കലാപ്പിലായി. അവർ കൂട്ടമായി മഹാവിഷ്ണുവിൻ്റെ തിരുമുമ്പിലെത്തി. എന്നാൽ ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു. ഭഗവാനെ യോഗനിദ്രയിൽ നിന്നുണർത്തി വിവരം ധരിപ്പിക്കാൻ ബ്രഹ്മാവും ശിവനും അവരെ ഉപദേശിച്ചു. തിരുവരങ്ങത്തെ പാണനാർ കടുംതുടിയുമായെത്തി ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടി. സുദീർഘമായ പ്രാർത്ഥനയുടെ ഒടുവിൽ മഹാവിഷ്ണു തൻ്റെ യോഗനിദ്ര വിട്ടുണർന്നു. വേദങ്ങൾ ഹയഗ്രീവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ കഥ കേട്ട് ഭഗവാൻ മത്സ്യമായി അവതരിച്ച് ലോകരക്ഷ നടത്തുമെന്ന് അരുളി ചെയ്തു. മുനിദേവാദികളോട് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ മത്സ്യാവതാരമെടുത്തു. മഹാവിഷ്ണുവിൻ്റെ ഭക്തപ്രിയനായിരുന്ന സത്യവ്രത മനു ബദരി നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈക്കുമ്പിളിൽ കോരിയെടുത്ത വെള്ളത്തിൽ ഒരു ചെറു മത്സ്യം കുടുങ്ങി. തനിക്ക് വലിയ മത്സ്യങ്ങളെ ഭയമാണെന്നും അതിനാൽ തന്നെ ആ നദിയിൽ ഉപേക്ഷിക്കരുതെന്നും ആ മത്സ്യം കേണപേക്ഷിച്ചു. ഇത് കേട്ട് രാജാവ് ആ മത്സ്യത്തെ തൻ്റെ കമണ്ടലുവിൽ ഇട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാജാവ് മത്സ്യത്തെ കണ്ട് ഞെട്ടിപ്പോയി. ഒറ്റ ദിവസം കൊണ്ട് ആ ചെറു മത്സ്യം വലിയ മത്സ്യമായി തീർന്നിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും വളർന്നുകൊണ്ടിരിക്കുന്ന ആ മത്സ്യത്തെ രാജാവ് കുളത്തിലും പിന്നീട് തടാകത്തിലും അവിടെ കിടക്കാനാവാതെ വന്നപ്പോൾ സമുദ്രത്തിലേക്ക് മാറ്റി. ഇതിൽ നിന്ന് സത്യവ്രതമനു രാജാവിന് ആ മത്സ്യം സാധാരണ മത്സ്യമല്ലെന്നും മഹാവിഷ്ണു തന്നെയാണെന്നും മനസ്സിലായി. മഹാവിഷ്ണുവിൻ്റെ അരുളപ്പാടനുസരിച്ച് ഭൂമിയിൽ മഹാപ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ സത്യവ്രതമനുവും പേടകത്തിൽ കയറി രക്ഷപ്പെട്ടു. സത്യവ്രതമനുവിനെ സഹായിക്കാൻ വാസുകിയെയും സപ്തർഷികളെയും മഹാവിഷ്ണു അയച്ചിരുന്നു. മഹാപ്രളയത്തിൻ്റെ അലതല്ലലിൽ സമുദ്രം ഇളകിമറിഞ്ഞു. ഭീമാകരമായ ആ മത്സ്യം ആഴിയുടെ അഗാധതയിലേക്ക് ഊളയിട്ടു. ആഴിയുടെ അടിത്തട്ടിൽ വേദങ്ങളുമായി ഒളിച്ചിരുന്ന അസുര രാജാവായ ഹയഗ്രീവനെ മത്സ്യാവതാരം കണ്ടെത്തി. കടലിൻ്റെ അടിയിൽ അതിഘോരമായ യുദ്ധം നടന്നു. ഒടുവിൽ അസുര രാജാവായ ഹയഗ്രീവനെ വധിച്ച് മത്സ്യാവതാരം വേദങ്ങളെ വീണ്ടെടുത്ത് ആഴിയുടെ മുകൾ പരപ്പിലേക്ക് വന്നു. ജഗത് കാരണനായ ഭഗവാന്റെ അവദാനങ്ങൾ വാഴ്ത്തി മുനിദേവജനം ഭഗവാനെ സ്വാഗതം ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിന് വീണ്ടും വേദങ്ങൾ ലഭിക്കുകയും അദ്ദേഹം സൃഷ്ടികർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്തു.